നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഈ കോർട്ടിക്കോ ബേസൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഡെന്റൽ ഇംപ്ലാന്റ് ആണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കഴിഞ്ഞ 15 വർഷമായിട്ട്. അപ്പോൾ പല പേഷ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ എന്തുകൊണ്ടാണ് ഈ കൺവെൻഷണൽ ഇംപ്ലാന്റ്സ്, മറ്റ് ഡോക്ടർമാർ ചെയ്യുന്ന പോലത്തെ ഇംപ്ലാന്റ്സ് എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ പ്രസൻറ്റേഷൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ കോർട്ടിക്കോ ബേസൽ ഇംപ്ലാന്റ്സ് എന്തുകൊണ്ടാണ് പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആവുന്നത് മറ്റ് ഇംപ്ലാന്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് ഒന്ന് നോക്കാം. ഒന്ന്, ക്വിക്ക് ഫിക്സേഷൻ ഓഫ് ടീത്ത്, അതായത് ഇമ്മീഡിയറ്റ് ലോഡിങ്. അതായത് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നതും ഇംപ്ലാന്റ് നമ്മൾ വെക്കുന്നതും, അതായത് നമ്മൾ പല്ല് വെക്കുന്നതും വളരെ ഫാസ്റ്റാണ്. നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നു, ഇന്ന് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ 72 മണിക്കൂറിനുള്ളിൽ നമ്മൾ പല്ല് വെക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ക്വിക്ക് ഫിക്സേഷൻ ഓഫ് ടീത്ത്. നോ വെയിറ്റിംഗ് പീരിയഡ് ഓഫ് 3, 6 or 12 months. പലപ്പോഴും 3, 6, 12 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം പല്ല് വെക്കാൻ സാധിക്കാറുള്ളൂ. കോർട്ടിക്കോ ബേസൽ ഇംപ്ലാന്റ്സിൽ അങ്ങനെയല്ല, 3, 4 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ പല്ല് വയ്ക്കും. ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പല്ല് വയ്ക്കുന്ന സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. സിംഗിൾ സ്റ്റേജ് സർജറി, പലപ്പോഴും ഒറ്റൊരു സർജറിയിൽ നമുക്കിത് ഈ കാര്യങ്ങൾ നടത്താൻ സാധിക്കും. കൺവെൻഷനലിൽ പലപ്പോഴും മൾട്ടിപ്പിൾ സ്റ്റേജസ് വേണ്ടി വരാറുണ്ട്. കീ ഹോൾ സർജറി. കീ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമലി ഇൻവേസീവ് ആണ്. നമ്മൾ മോണയെല്ലാം തുറന്ന് വെച്ച് ഓപ്പറേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, നമ്മൾ മിനിമലി ഇൻവേസീവ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കീ ഹോൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ടിഷ്യൂ ഇഞ്ചുറി വളരെ കുറവായിരിക്കും, സ്വെല്ലിംഗ് കുറവായിരിക്കും, പെയിൻ കുറവായിരിക്കും, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ കീ ഹോൾ സർജറി. നോ ഗ്രാഫ്റ്റിംഗ്, ബോൺ ഗ്രാഫ്റ്റിംഗ്. പലപ്പോഴും നമ്മൾ കൺവെൻഷണൽ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇംപ്ലാന്റ് വെക്കാനായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ബോണിൻ്റെ അഭാവമോ കുറവോ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ബോൺ വെച്ച് പിടിപ്പിക്കണം. ബോൺ വെച്ച് പിടിപ്പിച്ച് വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷമേ ഇംപ്ലാന്റ് ചെയ്യുള്ളൂ. ഇത് കഴിഞ്ഞ് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസത്തോളം വെയിറ്റ് ചെയ്തിട്ട് പല്ല് വയ്ക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഗ്രാഫ്റ്റ് ഒന്നും ഉപയോഗിക്കാതെ നല്ല ക്വാളിറ്റി ബോൺ എവിടെയാണോ ഉള്ളത് ആ ഭാഗത്തേക്ക് നമ്മൾ ബോണിലേക്ക് നമ്മൾ ഇംപ്ലാന്റ് ആങ്കർ ചെയ്ത് പല്ല് വയ്ക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഗ്രാഫ്റ്റിംഗ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും, ബോൺ ഗ്രാഫ്റ്റിംഗ് ഇല്ലാതെ. മോസ്റ്റ് സർജിക്കൽ വർക്ക് അണ്ടർ ലോക്കൽ അനസ്തീസിയ, അതായത് നമ്മൾ ലോക്കലി ഇഞ്ചെക്ട് ചെയ്ത് മരവിപ്പിച്ച് ജനറൽ അനസ്തീസിയ ഒന്നും ഇല്ലാതെ ലോക്കൽ അനസ്തെറ്റിക് കൊടുത്ത് വളരെ സിമ്പിളായിട്ട് ഔട്ട് പേഷ്യൻ്റായിട്ട് പേഷ്യൻറ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് നമ്മൾ അന്ന് തന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അപ്പോൾ അതാണ് വേറൊരു ഗുണം. മിനിമൽ ബ്ലീഡിങ്, സ്വെല്ലിംഗ് ആൻഡ് ഡിസ്കംഫർട്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീ ഹോൾ സർജറി ആയതുകൊണ്ട് ബ്ലീഡിങ് വളരെ കുറവാണ്, സ്വെല്ലിംഗ് തീരെ ഉണ്ടാവാറില്ല. ഞാൻ സ്ഥിരമായിട്ട് ഫുൾ മൗത്ത് ഇംപ്ലാന്റേഷൻ ചെയ്യുന്ന ആളാണ്. ഫുൾ മൗത്ത് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് സ്വെല്ലിംഗ് വളരെ മിനിമലായിരിക്കും, ബ്ലീഡിങ് വളരെ മിനിമലായിരിക്കും, ഡിസ്കംഫർട്ട്, പേഷ്യന്റിന് അസ്വസ്ഥത വളരെ കുറവായിരിക്കും. ലെസ് കോസ്റ്റ് ഇൻ ദ ലോങ് റൺ. പലപ്പോഴും നമുക്ക് കോസ്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. മറ്റതിൽ നമ്മൾ അനവധി സ്റ്റെപ്സ് ചെയ്യേണ്ടി വരുമ്പോൾ അനവധി തവണ ഡോക്ടറെ കാണുകയും ഇത് അനേകം മാസങ്ങളുടെ പ്രക്രിയ ആവുമ്പോൾ തീർച്ചയായിട്ടും കോസ്റ്റ് നമുക്ക് അവിടെ കൂടുകയാണ്. ഇത് വളരെ ഫാസ്റ്റായിട്ട് കഴിയുന്നതോടുകൂടെ നമുക്ക് കോസ്റ്റ് കുറയുന്നു. പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രോബ്ലംസ്, ലെസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രോബ്ലംസ്. പോസ്റ്റ് ഓപ്പറേഷൻ സർജറി കഴിഞ്ഞാലുള്ള പ്രോബ്ലംസ് വളരെ കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ. ലോങ് ടേം മെയിൻ്റനൻസ് വളരെ സിമ്പിളാണ്. നമുക്ക് വളരെ വളരെ സുഗമമായിട്ട് നമ്മുടെ നാച്ചുറൽ പല്ലുകൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നോ അതേപോലെ നമുക്ക് കോർട്ടിക്കോ ബേസൽ ഇംപ്ലാന്റിൻ്റെ പുറത്തുള്ള പല്ലുകൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പേഷ്യൻസിന് ചിരിക്കാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ വളരെയധികം സ്മൂത്തും വളരെ കംഫർട്ടബിളും ആയിരിക്കും. അതാണ് അതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട വസ്തുത. പിന്നെ ഫേഷ്യൽ കൊളാപ്സ്. നമുക്ക് പലപ്പോഴും ഈ പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുഖം ചുക്കിച്ചുളിഞ്ഞ് കുഴിഞ്ഞു പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. വളരെ കാലം ഡെഞ്ചർ വെയർ ചെയ്തിട്ടുള്ളവരിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഊരിക്കഴുകുന്ന പല്ലുകൾ വെച്ച് നടക്കുന്നവരിൽ മോണയും കവിളൊക്കെ ഒട്ടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാപ്പെടുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ഫേഷ്യൽ കൊളാപ്സ് പ്രിവെന്റ് ചെയ്യും. റെസ്റ്റോഴ്സ് യൂത്ത്ഫുൾനെസ് ആൻഡ് കോൺഫിഡൻസ്, വളരെയധികം കോൺഫിഡൻസും യൂത്ത്ഫുൾനെസ്സും നമുക്ക് റെസ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഇനി നമുക്ക് ഒന്നൊന്നൊന്നായിട്ട് പോവാം, ഓരോരോ പോയിന്റിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ടത് മനസ്സിലാവും എന്തുകൊണ്ട് ഈ ഒരു സിസ്റ്റം വളരെ സുപ്പീരിയർ ആണ് അല്ലെങ്കിൽ വളരെയധികം പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം പേഷ്യൻ്റ് ഫ്രണ്ട്ലി, നമ്മൾ ക്വിക്ക് ഫിക്സേഷൻ ഓഫ് ടീത്ത്, വളരെ ഫാസ്റ്റായിട്ട്. ഇപ്പം ഈ ഒരു ലേഡിയുടെ കേസിൽ നമ്മൾ പല്ലെടുത്ത് ഉടനെ നമ്മൾ പല്ലുകളെടുത്ത് ഉടനെ ഇംപ്ലാന്റ് ചെയ്തു, അത് കഴിഞ്ഞ് പല്ല് വെച്ചു. അതാണ് ആ കാണുന്നത്. 3 ദിവസങ്ങളിലുള്ളിൽ വെച്ചത്, അത് വളരെ ഫാസ്റ്റായിട്ട് കഴിഞ്ഞു. ഇത് അങ്ങനെ ചെയ്ത ഒരു പേഷ്യൻറ്റിൻ്റെ പിക്ചറാണ് 10 വർഷം കഴിഞ്ഞപ്പോൾ. ഇത് 2013 ചെയ്തു. 2013 ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഉടനെയുള്ള എക്സ്റേ, ഇത് 2 വർഷം കഴിഞ്ഞിട്ടുള്ള എക്സ്റേ, ഇത് 10 വർഷം കഴിഞ്ഞിട്ടുള്ള എക്സ്റേ. വളരെ വ്യക്തമായിട്ട് കാണാം 10 വർഷം കഴിഞ്ഞിട്ട് ആ പേഷ്യൻ്റ് വളരെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. US നിന്ന് വന്നിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ ഇംപ്ലാന്റ്സ് ആർ ഓൾ ഡൂയിങ് വെൽ. വളരെ ഭംഗിയായിട്ട് ചവയ്ക്കാനും സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇതാണ് ആ ഒരു കേസ്. അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സിസ്റ്റമാണത്. ഫാസ്റ്റായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുകയും ചെയ്യും. അടുത്തത്, ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് തീർക്കണം കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഓർത്തോപീഡിക് സർജൻസ് എന്താ ചെയ്യുക, കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് പ്ലാസ്റ്റർ ഇട്ട് പിടിച്ച് കിടത്തുമായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. വളരെ ഫാസ്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് തീർത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് നടക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? പ്ലേറ്റ്സും സ്ക്രൂസും ഇട്ട് വളരെ ഫാസ്റ്റായിട്ട് മൊബിലൈസ് ചെയ്യുക ചെയ്യുന്നത്. എന്ന് പറയുന്ന പോലെ നമുക്ക് ഡെന്റൽ ഇംപ്ലാന്റ് ചെയ്ത് പെട്ടെന്ന് മൊബിലൈസ് ചെയ്യാൻ സാധിക്കണം. അതാണ് നോ വെയിറ്റിംഗ് പീരീഡ് ഓഫ് 3 or 6 or 12 months. പലപ്പോഴും നമ്മൾ ഈ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ഈ നോർമൽ ബോൺ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ബോൺ തുറന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ 3 മാസം കഴിഞ്ഞ് ബോണും ഇംപ്ലാന്റ് നമ്മൾ ഫ്യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പല്ല് വയ്ക്കുന്നത്. ബോൺ ഇല്ലാത്ത അവസ്ഥയിൽ ബോൺ ഗ്രാഫ്റ്റിംഗ് ചെയ്യണം. ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന പോലെ ബോൺ ഗ്രാഫ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടേ നമുക്ക് പല്ല് വയ്ക്കാൻ സാധിക്കുള്ളൂ പലപ്പോഴും. അതേസമയം ബേസിൽ ഇംപ്ലാന്റിൽ നമ്മൾ വളരെ വേഗം പെട്ടെന്ന് നമ്മൾ ഇംപ്ലാന്റ് ആ ബേസിൽ ബോണിൽ പ്ലേസ് ചെയ്യുന്നു, ഉടനെ തന്നെ നമ്മൾ പല്ല് വയ്ക്കുന്നു. അപ്പോൾ പലപ്പോഴും ബോൺ ഗ്രാഫ്റ്റ് ചെയ്യാതെ തന്നെത്താൻ ബോൺ വളരുകയാണ് ചെയ്യുക. അതിൽ ബോൺ വളരുന്നത് കാണാം. അപ്പോൾ നമ്മളിതാ ഇംപ്ലാന്റ് ചെയ്തു, ബോൺ വളർന്നു, ബോൺ തന്നെത്താൻ വളർന്ന് അത് വന്ന് കവർ ചെയ്ത് പോകുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഈ നോർമൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരുന്നൊരു സാഹചര്യത്തിൽ, ബോൺ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ബോൺ വെച്ച് പിടിപ്പിച്ചിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കും നേരെ ബേസിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന ടെക്നിക്കും, ഇത് രണ്ടും രണ്ടാണ്. ഇതിൽ നമ്മൾ ബോൺ വെച്ച് പിടിപ്പിച്ച് നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് തീർക്കാൻ സാധിക്കുള്ളൂ. ഇതിൽ അങ്ങനെയല്ല, ഇംപ്ലാന്റ് പ്ലേസ് ചെയ്ത ഉടനെ നമുക്ക് പല്ല് വയ്ക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിലിപ്പോൾ നമുക്ക് കാണാം, തീരെ ബോണില്ലാത്ത അവസ്ഥയിൽ വരെ നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ പല്ല് വെച്ച് വിടുന്ന ഒരു സാഹചര്യമാണ് ഈ കാണുന്നത്. പല്ലുകൾ വല്ലാത്തൊരവസ്ഥയിൽ വന്നു, നമ്മൾ 3-4 ദിവസത്തിനുള്ളിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. അതാണ് അതിൻ്റെ പ്രത്യേകത. സിംഗിൾ സ്റ്റേജ് സർജറി, അതായത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒറ്റൊരു സർജറി മതിയാവും, മൾട്ടിപ്പിൾ സർജിക്കൽ സ്റ്റെപ്സ് വേണ്ട. അപ്പോൾ സിംഗിൾ സ്റ്റേജ് സർജറിയിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ പ്രൊസീജിയർ തീർക്കും. കൺവെൻഷണൽ ഇംപ്ലാന്റിൽ എങ്ങനെയാണ്, മൾട്ടിപ്പിൾ സ്റ്റേജസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ബോൺ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് ബോൺ ഗ്രാഫ്റ്റ് ചെയ്ത് അത് ഫസ്റ്റ് സർജറി, ഇത് കഴിഞ്ഞ് ബോൺ ഗ്രാഫ്റ്റ് ഹീൽ ചെയ്ത് നോർമലായി 3-4 മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സർജറി, ആ സമയത്ത് ഇംപ്ലാന്റ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു 3-4 മാസം കഴിഞ്ഞ് റീഓപ്പൺ ചെയ്ത് ഇതിൻ്റെ പുറത്ത് അടുത്ത മറ്റേ എബട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കമ്പോണന്റ് വെച്ച് പിന്നെയാണ് പല്ല് ഘടിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ മൂന്നാമത്തെ സ്റ്റേജ് സർജറി ആയി. ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. കീ ഹോൾ സർജറി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
നമ്മൾ കീ ഹോൾസ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരെ പൈലറ്റ് ഡ്രിൽ എന്ന് പറയുന്ന ഒരു ഡ്രിൽ ഉപയോഗിച്ച് മോണയുടെ ഉള്ളിൽ നമ്മൾ അതിൻ്റെ ഇൻസിഷൻ ഉണ്ടാക്കി നേരെ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ബ്ലീഡിങ്ങും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളൊക്കെ കുറവായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ബോൺ ലോസ്, പല്ല് എടുത്തു കഴിഞ്ഞാലുള്ള ബോൺ ലോസ് നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ അതേപോലെ ട്രോമ, ഭയങ്കരമായിട്ട് ആക്സിഡൻറ്റ് സംഭവിച്ച് എല്ലും പല്ലൊക്കെ കൊഴിഞ്ഞു പോയിട്ടുള്ള അവസ്ഥയിലൊക്കെ തന്നെ നമുക്ക് ഈ കോർട്ടിക്കോ ബേസൽ ഇംപ്ലാന്റ് ഉപയോഗിച്ച് ഗ്രാഫ്റ്റിംഗ് ഒന്നും ഇല്ലാതെ ഭംഗിയായിട്ട് അത് ചെയ്യാൻ സാധിക്കും. ഇംപ്ലാന്റ് ചെയ്ത് നമുക്ക് പല്ല് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ വളരെ സിവിയർ ആയിട്ടുള്ള ബോൺ ലോസിൽ വരെ നമുക്ക് ഇംപ്ലാന്റ് ചെയ്തിട്ട് നമുക്ക് പല്ല് വയ്ക്കാൻ സാധിക്കുന്നു. അത് അവിടെ കാണാം. ഗം ഡിസീസ് വന്നിട്ട് പല്ല് നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് സിവിയർ ബോൺ ലോസ് ഉള്ള അവസ്ഥയിൽ വരെ നമുക്ക് ഇംപ്ലാന്റ് ചെയ്ത് ഇത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. കൺജനിറ്റൽ ഡിഫക്ട്സ്, ജന്മനാ ഉള്ള പല്ലില്ലാത്ത അവസ്ഥയിൽ വരുന്ന പേഷ്യൻസ് ഉണ്ട്. ഇപ്പം ഈ പയ്യന് ജന്മന ഈ ലാറ്ററൽ ഇൻസൈസർ എന്ന് പറയുന്ന പല്ലില്ല. അപ്പം അങ്ങനെയുള്ളവരിൽ വരെ നമുക്ക് ഈ ഇംപ്ലാന്റ് ചെയ്ത് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കും. ഇപ്പം ഇംപ്ലാന്റ് ചെയ്ത് നമ്മൾ പല്ല് വെച്ചിരിക്കുന്നത് കാണാം ഇവിടെ. അപ്പോൾ അതേപോലെ മാക്സിലറി സൈനസ്, നമുക്ക് മേൽത്താടിയെല്ലിൽ നമുക്ക് മാക്സിലറി സൈനസ് എന്ന് പറയുന്ന സൈനസ്, ഈ സൈനസൈറ്റിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സൈനസ് ക്യാവിറ്റിയിൽ പലപ്പോഴും എല്ലുണ്ടാവില്ല. ഈ എല്ലില്ലാത്ത അവസ്ഥയിൽ നമുക്ക് അവിടെ ഇംപ്ലാന്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സൈനസ് ബൈപ്പാസ് ചെയ്ത് സൈഡിൽ ഇംപ്ലാന്റ് ആങ്കർ ചെയ്ത് നമ്മളത് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ലോഡിംഗ് ആയിട്ട് ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ പലപ്പോഴും കോംപ്ലെക്സ് ആയിട്ടുള്ള ഡെന്റൽ ഇംപ്ലാന്റ് പ്രൊസീജിയേഴ്സിന് ജനറൽ അനസ്തീസിയ വേണ്ടി വരാറുണ്ട്. നമ്മുടെ കോർട്ടിക്കോ ബേസൽ ഇംപ്ലാന്റ് സിസ്റ്റത്തിൽ ജനറൽ അനസ്തീസിയയുടെ ആവശ്യമില്ല. നമുക്ക് ലോക്കൽ അനസ്തീസിയയിൽ തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ബ്ലീഡിങ് വളരെ കുറവായിരിക്കും നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ. എന്താ കാരണം? കീ ഹോൾ പ്രൊസീജിയർ ആയതുകൊണ്ട്. അതേപോലെ ലോങ് റണ്ണിൽ കോസ്റ്റ് കുറയുന്നു. എന്തുകൊണ്ട്? പലപ്പോഴും നമുക്ക് മൾട്ടിപ്പിൾ വിസിറ്റ്സ് അവോയ്ഡ് ചെയ്യുന്നു, മൾട്ടിപ്പിൾ സർജറീസ് അവോയ്ഡ് ചെയ്യുന്നു, മെഡിസിൻസ് കുറയുന്നു. എല്ലാം കൊണ്ടും ടൈം കംപ്രസ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് നമുക്ക് കോസ്റ്റ് ഒരുപാട് കുറയുകയാണ് ചെയ്യുക. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രോബ്ലംസും കുറവാണ്, സർജറി കഴിഞ്ഞാലുള്ള പ്രോബ്ലംസും കുറവാണ്. പിന്നെ പേഷ്യൻ്റ് ഫ്രണ്ട്ലി വിത്ത് റെസ്പെക്ട് ടു മെയിൻ്റനൻസ്, പല്ലുകൾ ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. വളരെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ക്ലീനിങ് നടക്കുന്നു. ക്ലീനിങ് പ്രക്രിയ വളരെ നോർമൽ ടീത്ത് ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം വാട്ടർ ഫ്ലോസർ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വാട്ടർ ഫ്ലോസർ ഉപയോഗിച്ച് ഭംഗിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് എളുപ്പമാണ്. പേഷ്യൻസിന് ചിരിക്കാനും സംസാരിക്കാനും വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇദ്ദേഹം പോർച്ചുഗലിൽ നിന്ന് വന്നൊരു പേഷ്യൻ്റാണ്. ഇദ്ദേഹത്തിൻ്റെ പല്ലിൻ്റെ അവസ്ഥ ഒന്ന് നോക്കൂ. ശരിക്ക് വായിൽ നിന്ന് വെപ്പുപല്ല് വെച്ചിരുന്ന് ചാടി വരുന്ന അതിൽ കാണാം. ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള പിക്ചറാണ്, വീഡിയോ. രണ്ടും കമ്പയർ ചെയ്ത് നോക്കുക, വളരെ വ്യക്തമായിട്ട് കാണാം വ്യത്യാസം. കണ്ടില്ലേ? വളരെ 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 വ്യത്യാസമുണ്ടത്. അപ്പം നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻസ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഫേഷ്യൽ കൊളാപ്സ് പ്രിവെൻറ്റ് ചെയ്യും. മുഖം ചുക്കിച്ചുളിഞ്ഞു പോകുന്ന ആ ഒരു എല്ല് നഷ്ടപ്പെടുന്നതോടുകൂടി മുഖം ചുക്കിച്ചുളിഞ്ഞു പോകുന്ന ആ ഒരു പ്രക്രിയ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാം ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ളതിന് ചുറ്റുമുള്ള എല്ലിൻ്റെ അവസ്ഥയും ഇംപ്ലാന്റ് ചെയ്യാത്ത എല്ലിൻ്റെ അവസ്ഥയും. ഇവിടെ വല്ലാതെ ഹോളോ ആയിട്ടിരിക്കുന്ന കാണാം. ഇവിടെ ഇംപ്ലാന്റ് ചെയ്തതുകൊണ്ട് ഈ ബോൺ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് നല്ല സ്ട്രോങ് ബോണായി കഴിഞ്ഞു അവിടെ എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ മൾട്ടിപ്പിൾ ഇംപ്ലാന്റ്സ് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് നല്ല സ്റ്റിമുലേഷൻ കിട്ടുന്നു. അതുകൊണ്ട് ബോണിൻ്റെ ഇൻറ്റഗ്രിറ്റി, ബോണിൻ്റെ കോണ്ടൂർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ യൂത്ത്ഫുൾനെസ്സും കോൺഫിഡൻസും. ഇതിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വളരെയധികം ഹെസിറ്റൻ്റ് ആയിട്ട് ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിക്കാതിരുന്നിരുന്നൊരു വ്യക്തി ഇതിന് പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞപ്പം വളരെ ഓപ്പണായിട്ട് ചിരിക്കാൻ തുടങ്ങി, വളരെയധികം കോൺഫിഡൻസോടുകൂടെ. അപ്പോൾ ഇതെല്ലാം സാധിക്കും. ഇതിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ
പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ്, പ്രീ ഓപ്പറേറ്റീവ് പിക്ചർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് പിക്ചർ. വളരെ ഭംഗിയായിട്ട് നമുക്കത് തീർക്കാൻ സാധിച്ചു. അപ്പോൾ എന്തുകൊണ്ട് കോർട്ടിക്കോ ബേസൽ ഇംപ്ലാന്റ്സ് ഞാൻ ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട് കൺവെൻഷണൽ ഇംപ്ലാന്റ്സ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.